പുറം വേദന സാധാരണയായി കാണുന്നൊരു പ്രശ്നമാണ്. മിക്ക ആളുകൾക്കും ഈ മിഡ് ബാക്ക് പെയിൻ എന്ന് പറയും. അതായത് പുറത്തുനിന്നുള്ള വേദനയും കടച്ചിലും. ശക്തമായ വേദനയായിരിക്കില്ല. പക്ഷേ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ വൈകിട്ട് ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ട് കുറച്ച് നേരം വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ പുറത്ത് വേദന വരിക. അല്ലെങ്കിൽ അടുക്കളയിൽ ഇരുന്നിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ അടുക്കളയിൽ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് വേദന തുടങ്ങുക. അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം നിന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ടോ ഉള്ള ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ പുറം ഭാഗത്ത് കൈപ്പലയുടെ താഴ്ഭാഗത്ത് അകറ്റ് പുറത്തായിട്ടുണ്ടാകുന്ന വേദന, ഇത് സാധാരണ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് അവിടെ കോമൺ ആയിട്ട് വേദന വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായി നമുക്ക് മറ്റുള്ള ഈ നടുവിൻ്റെ വേദനയുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ കുറേ കാലമായിട്ട് നടുവിന് ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ അത് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഈ പുറത്തുള്ള വേദന സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതല്ലാതെ പുറംവേദന മാത്രമായിട്ട് വരുന്ന ആളുകൾ രണ്ട് രീതിയിലും നമുക്ക് പുറംവേദന വരാം. സാധാരണയായി പുറത്തുനിന്നുള്ള വേദന ഉണ്ടാക്കുന്നത് മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതായത് കശേരുക്കൾ ഉണ്ടാവാം നട്ടലിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ അതിനിടയിൽ ഡിസ്ക് ഉണ്ടാവാം. അതിനെ പുറത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലിഗമെൻറ്റ്സ്, അതായത് ഓരോ കശേരുക്കൾക്കിടയിലുള്ള ലിഗമെൻറ്റ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ പുറത്ത് മസിൽസ് ഉണ്ട്. ഇതിലേതും നമുക്ക് വേദന ഉണ്ടാക്കാം. പക്ഷേ പുറം വേദനയ്ക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്തുന്ന ബാക്കിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്, നമ്മളെ പോസ്റ്റർ റെഡി ആയിട്ട് നിർത്തുന്നത് മസിൽസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഈ പേശികൾ എങ്ങനെയാണ് വേദന ഉണ്ടാക്കുന്നത്? അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പല രീതിയിൽ വരാം. അതൊരു പ്രൈമറി, അതായത് പ്രധാനമായും മസിൽസിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം വേദന വരുന്നൊരു ഘടകമുണ്ട്. അത് പലപ്പോഴും നമ്മളുടെ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓഫീസിലിരുന്ന് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മറ്റുള്ള ക്ലറിക്കൽ വർക്കോ ചെയ്യുന്ന ആൾക്കാർ പൊസിഷൻ ശരിയില്ലാതെ ഇരിക്കുകയാണെങ്കിൽ, ഒന്നുകിൽ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വളഞ്ഞിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ജോലി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ പൊസിഷൻ ശരിയില്ലാതെ ചെയ്യുന്ന സമയത്ത് ആ മസിൽസിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രിഗർ പോയിൻറ്റ്സ് ഡെവലപ്പ് ചെയ്യും. അതായത് ആ മസിൽ ടൈറ്റ് ആവുകയും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രിഗർ പോയിൻ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പോയിൻറ്റുകൾ, പിന്നെ ആ മസിൽസിൻ്റെ ആ പോയിൻറ്റുകളിൽ നിന്ന് പെയിൻ റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തുടക്കത്തിൽ മസിൽസ് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കുറച്ച് സ്റ്റിഫ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പിന്നീട് അതിൻ്റെ ഉള്ളിൽ ട്രിഗർ പോയിൻറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പോയിൻറ്റിൽ നിന്ന് പെയിന് മറ്റുള്ള ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പുറത്താണ് തുടങ്ങിയതെങ്കിൽ പുറത്തുള്ളൊരു മസിൽസിൻ്റെ ട്രിഗർ പോയിൻ്റ് പെയിന് നമുക്ക് പലപ്പോഴും നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരാം, ഫ്രണ്ടിലേക്ക് വരാം, അല്ലെങ്കിൽ വയറിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരാം, അല്ലെങ്കിൽ പുറത്ത് മാത്രമായിട്ട് നമുക്കൊരു സ്ക്രൂയിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെയുള്ള ഒരു അസ്വസ്ഥത അനുഭവപ്പെടാം. ഈ രീതിയിൽ പെയിന് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് പ്യുവർലി നമുക്കൊരു മയോഫേഷ്യൽ പെയിൻ, അതായത് മയോഫേഷ്യൽ പെയിൻ എന്ന് പറഞ്ഞാൽ മസിൽസ് കാരണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മസിൽസും പേശിയും കാരണം ഉണ്ടാകുന്ന പെയിനാണ് മയോഫേഷ്യൽ പെയിൻ എന്ന് പറയുന്നത്. ഇത് പ്യുവർലി പ്രൈമറി, അതായത് നമ്മളെ പൊസിഷൻ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, നമ്മുടെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന വേദനയാണ് ഈ പ്രൈമറി മയോഫേഷ്യൽ പെയിൻ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റാണ് വരിക. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു വിഭാഗം ഇതാണ്, ഈ പ്രൈമറി മയോഫേഷ്യൽ പെയിനാണ്. പിന്നെയുള്ളത് രണ്ടാമതുള്ളത് സെക്കൻഡറി എന്ന് പറയുന്നത് പല രീതിയിലാണ്. അതായത് നമുക്ക് ഉള്ളിലുള്ള പ്രശ്നം കാരണം അതേ ഭാഗത്ത് നമുക്ക് പുറത്തുള്ള ഭാഗത്ത് ഉള്ളിലിപ്പോൾ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, നമ്മൾ നട്ടലിൻ്റെ മിഡ് ബാക്കിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്കിന് പ്രശ്നം വരികയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് മസിൽസ് സ്പാസത്തിൽ പോകാം, ടൈറ്റ് ആവാം. പക്ഷേ പ്രധാനമായി ഈ മിഡ് ബാക്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം, നമ്മൾ നടുവിൻ്റെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന പോലെ മിഡ് ബാക്കിൽ ഡിസ്കിൻ്റെ പ്രശ്നം വളരെ കുറവാണ്. പൊതുവേ നമ്പർ വെച്ച് നോക്കുമ്പോൾ ഫ്രീക്വൻസി ഭയങ്കര കുറവാണ്. അതിനെക്കാട്ടും കൂടുതൽ പ്രൈമറി മയോഫേഷ്യൽ പെയിനാണ് നമ്മൾ കാണാറ്. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ, അതായത് പുറത്തുള്ളതിൻ്റെ ഉള്ളിൽ നെഞ്ചിൻ്റെ കൂടാണുള്ളത്. നെഞ്ചിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് ശ്വാസകോശം ഉണ്ടാവാം, മറ്റുള്ള ഈസോഫാഗസ്, അന്നനാളം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരു അസുഖം, ഉള്ളിലുള്ള ഒരു ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഭാഗമായിട്ട് ഉള്ളിൽ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അസുഖത്തിൻ്റെ പ്രശ്നം വരികയാണ്, അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ മയോഫേഷ്യൽ പെയിൻ, സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ വരാം. പക്ഷേ അത് വളരെ അപൂർവമായിട്ടുള്ള, വളരെ റെയറായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതിന് നമുക്ക് പെയിനും വ്യത്യാസം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കുറച്ച് നേരം ജോലി ചെയ്ത് വൈകിട്ടാകുമ്പോഴത്തേക്ക് നമുക്കൊരു കടച്ചിൽ പോലെ വരികയാണെങ്കിൽ അത് നമുക്ക് കൂടുതലും മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പക്ഷേ രണ്ടാമത് പറഞ്ഞത് നമുക്ക്
ഈ ഉള്ളിലുള്ള അസുഖത്തിൻ്റെ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോലെയുള്ള ഇപ്പോൾ ടി ബി പോലെയുള്ള ആൾക്കാർ ഈ നട്ടലിന് ടി ബി ബാധിക്കാം, അതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ വരാം, അതുകൊണ്ട് പെയിൻ വരാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നബാധിതമായിട്ടുള്ള പെയിൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ അവർക്ക് രാത്രി കിടന്നു കഴിഞ്ഞാലും അസഹനീയമായ പെയിൻ ഉണ്ടാവും. അവർക്ക് അതിൻ്റെ കൂടത്തിൽ വിശപ്പില്ലായ്മ, ഈ ശരീരം ക്ഷീണിക്കുക, അല്ലെങ്കിൽ പനി വരിക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ലക്ഷണങ്ങളോട് കൂടി ഒരു മിഡ് ബാക്ക് പെയിൻ അല്ലെങ്കിൽ പുറത്തൊരു പെയിൻ വരികയാണെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. കാരണം അത് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങൾ, അതുപോലെ പ്രശ്നമുള്ള ശരീരത്തിനോ ജീവനോ ഭീഷണിയാവുന്ന രീതിയിലുള്ള ഒരു അസുഖത്തിൻ്റെ ഭാഗമായി വരുന്ന വേദന ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതായത് പനി, വിറയൽ, അതുകൂടാതെ അതിശക്തമായ രാത്രി ഉണ്ടാകുന്ന വേദന, കൂടെ നമുക്ക് വിശപ്പില്ലായ്മ, തടി കുറയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേദനയുടെ കൂട്ടത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതല്ലാതെ നമുക്കൊരു മസിൽസിൻ്റെ പെയിന് മാത്രമേ ഉള്ളൂ, നമുക്ക് മറ്റുള്ള ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ മതി. അതിൽ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പ്രൈമറി ആണെങ്കിൽ, സെക്കൻഡറി ആയിട്ട് നമുക്ക് വരാൻ പറഞ്ഞാൽ ഈ ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളിൽ പെട്ടതാണ്. നമുക്ക് നടുവിൻ്റെ ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർക്ക്, നടുവിന് ഓൾറെഡി ഡിസ്കിന് നേരത്തെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നടുവിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം നടുവേദന തുടങ്ങി, പിന്നെ കുറച്ച് കഴിഞ്ഞ് നടുവേദനയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിഡ് ബാക്കിലേക്ക് മേലോട്ട് കുറച്ച് പെയിൻ തുടങ്ങുന്നു. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ചാൽ നട്ടലിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെയുള്ള മസിൽസിൽ സ്പാസവും നമ്മളെ പൊസിഷനൊക്കെ വേരിയേഷൻ വരാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടുത്ത ഗ്രൂപ്പായ മസിൽസ് സ്പാസത്തിലേക്ക് പോകുന്നതാണ്. അതായത് നമ്മളത് ഇങ്ങനെ മസിൽസിന് എപ്പോഴും നമ്മൾ ഒരു ഗ്രൂപ്പിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൂപ്പ് ഓഫ് മസിൽസ് പിന്നെ ടൈറ്റായി വരും. അപ്പോൾ അത് നേരെ പറഞ്ഞ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. കഴുത്തിൻ്റെ ഭാഗത്ത് കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം വരികയാണ്, കഴുത്തിൻ്റെ ഭാഗത്ത് വേദന വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ആ പെയിന് താഴോട്ട് ആ നട്ടലിൻ്റെ സൈഡിൽ കൂടെയുള്ള താഴത്തേക്കുള്ള മസിൽസിലേക്ക് പെയിന് വരുന്നത് കാണാം. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡറി മയോഫേഷ്യൽ പെയിൻ അങ്ങനെ അടുത്തടുത്ത ഗ്രൂപ്പായിട്ട് ഇൻവോൾവ് ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമുക്ക് സെൻസിറ്റൈസേഷൻ എന്ന് പറയാം. അതായത് പെയിന് സെൻസിറ്റൈസ്ഡ് ആയിട്ട് മറ്റുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടാണെങ്കിലും നമുക്ക് യൂഷ്വലി മയോഫേഷ്യൽ പെയിൻ ട്രീറ്റ് ചെയ്താൽ തന്നെ അത് മാറിക്കിട്ടുന്നതാണ്. എങ്ങനെയാണ് ഇത് മയോഫേഷ്യൽ പെയിൻ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അസുഖം വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ റെഡ് ഫ്ലാഗ്സ് പ്രശ്നമുള്ള ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ നമുക്ക് രോഗിനെ പരിശോധിക്കുന്ന സമയത്തോ അത്തരത്തിലുള്ള അതായത് ഒരു ക്യാൻസർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഉള്ളിലെ ഒരു അവയവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെയിൻ ആയിട്ടുള്ള സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഒരു സിംറ്റംസോ സൈൻസോ നമുക്ക് കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എക്സ്റേ, MRI അതുപോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മസിൽസിൻ്റെ ഭാഗത്ത് നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഈ ട്രിഗർ പോയിൻറ്റ്സ് ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ട്രിഗർ പോയിൻറ്റ്സ് ലോക്കലൈസ് ചെയ്ത് അവിടെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് രോഗിക്ക് കൃത്യമായിട്ട് ആ പെയിന് മുമ്പ് എവിടെയാണോ പെയിൻ ഉണ്ടായിരുന്നത് അതേ പെയിൻ തന്നെ അവർക്ക് അനുഭവപ്പെടും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊരു മസിൽസിൻ്റെ മയോഫേഷ്യൽ പെയിൻ ആണെന്ന് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ മയോഫേഷ്യൽ പെയിന് നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂർ എർഗണോമിക്സ് ആണ്. അതായത് ജോലി ചെയ്യുമ്പോൾ പൊസിഷൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പൊസിഷൻ ശരിയില്ലാതെ ജോലി ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം അതാണ്. അതല്ലാതെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് മയോഫേഷ്യൽ പെയിൻ വരും. അതായത് ഉദാഹരണത്തിന് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആൾക്കാർക്ക് മസിൽസിന് പെയിൻ വരാനും മയോഫേഷ്യൽ പെയിൻ വരാനും സാധ്യത കൂടുതലാണ്. അയണിൻ്റെ കുറവ്, അതായത് രക്തക്കുറവുള്ള ആൾക്കാർക്ക്, ഹീമോഗ്ലോബിൻ്റെ കുറവുള്ള ആൾക്കാർക്ക് മയോഫേഷ്യൽ പെയിൻ വരാം. വൈറ്റമിൻ B12 കുറവുള്ള ആൾക്കാർക്ക് വരാം. അതുകൂടാതെ നമുക്ക് ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക്, അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം അതായത് ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് മയോഫേഷ്യൽ പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ മസിൽസിന് പെയിൻ വരുന്ന ആളുകൾക്ക് നമ്മളെപ്പോഴും ഈ ടെസ്റ്റുകളെല്ലാം ഒന്ന് ചെയ്യണം. ഇതിൻ്റെ എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ ഇത് സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കണം. ഇതിൽ കുറവുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. ഇതിൻ്റെ കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ ഇതിൻ്റെ കറക്ഷനും കൂടി നമ്മൾ ചെയ്യണം. അതിന് അണ്ടർലൈങ് ആയിട്ട് ഇത് വരാനുള്ള കാരണം ഇതിൻ്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ എപ്പോഴും ഇത് കറക്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഉള്ള മയോഫേഷ്യൽ പെയിൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഈ മിഡ് ബാക്ക് പെയിൻ മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാന ഘടകം? ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊസിഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ചെയർ ആണെങ്കിൽ അത് നമ്മൾ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. ബാക്കിൻ്റെ നമുക്ക് ഈ നടുവിൻ്റെ ഭാഗത്തല്ല കുറച്ച് മേലോട്ട് കയറി പുറം വരെയുള്ള ഭാഗത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചെയർ ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അറിയാതെ നമ്മൾ മുന്നോട്ട് വളഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരേ പൊസിഷൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പൊസിഷൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രധാനമാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് എണീറ്റ് നടന്നിട്ട് പിന്നെ രണ്ടാമത് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ പൊസിഷനും നമ്മളെ കൈക്ക് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നോക്കുക. കാരണം
കാരണം പ്രത്യേകിച്ചും കുറേ നേരം ഒരുപാട് നേരം ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ കൈക്ക് സപ്പോർട്ട്, കൈയിൻ്റെ എൽബോൻ്റെ ഭാഗം സപ്പോർട്ട് ഇല്ലാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പുറത്തുള്ള മസിൽസിന് സ്ട്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പൊസിഷനില്ല, അതായത് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതിപ്പോൾ നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പാത്രം കഴുകുന്ന ആൾക്കാർ, നമ്മളെ ഈ സിങ്കിൻ്റെ ഹൈറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വളഞ്ഞ് നിന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കഴിയുന്നത് നേരെ നിന്നിട്ട് ചെയ്യാനുള്ള ശ്രദ്ധിക്കുക എപ്പോഴും. അതുപോലെ അടിച്ചു വാരുക, ക്ലീനിങ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ മോപ്പാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും മോഡിഫൈ ചെയ്യുക, നമുക്ക് പറ്റുന്ന ഹൈറ്റും ലെങ്ത്തും ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വളഞ്ഞു നിന്നിട്ട് ജോലി ചെയ്യുന്നതും പൊസിഷൻ ശരിയില്ലാതെ ജോലി ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു കാര്യം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിഷ്യൻസി എല്ലാം കറക്റ്റ് ചെയ്യുക. വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർ അത് സപ്ലിമെൻറ്റ് ചെയ്യുക. വൈറ്റമിൻ B12 കുറവുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ പൊതുവേ നമ്മളെ കേരളത്തിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കുറവാണ്, കാരണം മീൻ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും അത് കുറവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതുപോലെ മറ്റുള്ള ഷുഗർ, തൈറോയ്ഡ് കാര്യങ്ങളുള്ള ആൾക്കാരെല്ലാം അതെല്ലാം കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ, അതൊരു പ്രിവെൻഷനാണ്. നമുക്കിത് പ്രശ്നം പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. ഇത് കൂടാതെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്ന എക്സസൈസാണ്. എക്സസൈസ് പറഞ്ഞാൽ ഈ മസിൽസിൻ്റെ പ്രശ്നത്തിന്, മയോഫേഷ്യൽ പെയിൻ എപ്പോഴും മസിൽ ടൈറ്റ് ആകുന്നതുകൊണ്ടാണ് അതിൽ ട്രിഗർ പോയിൻ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്സസൈസ്. അപ്പോൾ ഓരോ മസിൽസിനും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മളെ ചാനലിൽ തന്നെ നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം സ്ട്രെച്ചിങ് എക്സസൈസ് കിട്ടുന്നതാണ്. അപ്പോൾ അതിലെ സ്ട്രെച്ചിങ് എക്സസൈസ് നോക്കിയിട്ട് ബാക്കിൻ്റെ പുറത്തുള്ള ഈ പാരാസ്പൈനൽ മസിൽസിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിനിന് റിലീഫ് ഉണ്ടാവും. ചില ആളുകൾക്ക് സ്ട്രെച്ചിങ് ചെയ്താലും പെയിന് മാറാതെ, അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യാനാവാത്ത ആൾക്കാരുണ്ട്, പെയിന് കാരണം സ്ട്രെച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. ഫിസിയോതെറാപ്പിയിൽ നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഈ മയോഫേഷ്യൽ മസിൽസിനെ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൽപ്പെട്ടതാണ് മയോഫേഷ്യൽ റിലീസ് പറഞ്ഞാൽ കൈകൊണ്ട് മസിൽസ് റിലീസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നീഡിൽ കൊണ്ട്, ഡ്രൈ നീഡിലിംഗ് വന്നിട്ട് ആ മസിൽസ് എല്ലാം റിലീസ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പിയിൽ എടുത്തതിന് ശേഷം അതിനുശേഷം സ്ട്രെച്ചിങ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഇതിൽ നിൽക്കാത്ത ആളുകളുണ്ടാവും. നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും മാറാത്ത ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ട്രിഗർ പോയിൻറ്റ്സ് നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ട്രിഗർ പോയിൻറ്റ് ഇഞ്ചക്ഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് ശരീരത്തിന് ദോഷമില്ലാതെ പെയിൻ കില്ലറോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ലോക്കൽ അനസ്തെറ്റിക് വെച്ചുകൊണ്ട് ആ ട്രിഗർ പോയിൻറ്റിൽ ഇഞ്ചക്ഷൻ ചെയ്ത് നീഡിൽ കൊണ്ട് ട്രിഗർ പോയിൻറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ആ മയോഫേഷ്യൽ പെയിൻ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈറ്റായി കിടക്കുന്ന മസിൽസ് ബാൻഡുകളെല്ലാം കൃത്യമായിട്ട് റിലീസ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെയും റിക്കറൻ്റ് ആയിട്ട് നമുക്ക് പെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഉള്ളിൽ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കോസ്, അത് ചിലപ്പം ഫാസറ്റ് ജോയിൻ്റ് ആവാം, അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള മയോഫേഷ്യൽ പെയിൻ ആവാം. അതുകൊണ്ടായിരിക്കാം പിന്നെയും തിരിച്ചു വരികയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാറാതിരിക്കുന്നുണ്ടെങ്കിൽ. അല്ലാതെ ഒരുവിധം ആൾക്കാരുകളെല്ലാം ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ കൃത്യമായ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്ത്, അപ്പോൾ പെയിൻ ഇത് ചെയ്ത് മാറി പിന്നെയും രണ്ടാമത് വരുന്നൊരു പ്രശ്നമാണ് പിന്നെയുള്ളത്. അപ്പോൾ പിന്നീട് വരാതിരിക്കണമെങ്കിൽ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് വരാനുള്ള കാരണം, ഉള്ളിലുള്ള മൂലകാരണം എന്താണെന്നുള്ളത് നോക്കണം. അതായത് നമ്മളെ പൊസിഷനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ അതിൻ്റെ കൂടുതൽ കറക്റ്റ് ചെയ്യണം. അപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ഉള്ള ട്രിഗർ പോയിൻ്റ് ഒഴിവാക്കി മസിൽസ് റിലാക്സ് ചെയ്യണം. രണ്ടാമത്തത്, ഇതിന് വരാനുള്ള കാരണം നമ്മൾ എന്താണ്, നമ്മളെ സോഴ്സ്. ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു ജോലി, ഞാനിപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന എൻ്റെ ജോലിയായിരിക്കും എൻ്റെ ഈ വേദനയ്ക്ക് കാരണം, അതല്ലാതെ മറ്റുള്ള ആൾക്കാർക്ക് വേറൊരു റീസൺ ആയിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ എന്ന് നമ്മൾ കണ്ടെത്തി അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. മൂന്നാമത്തത്, നമ്മൾ പിന്നീട് വരാതിരിക്കാൻ വേണ്ടി സ്ട്രെച്ചിങ് എക്സസൈസും സ്ട്രെങ്തനിങ്ങും കണ്ടിന്യൂ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിഡ് ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.